ഇത്തരത്തിലുള്ള ടീമുകളുടെ ക്വാളിഫിക്കേഷൻ വന്നതിന് ശേഷം ഇപ്പോൾ അട്ടിമറികളാണ് പോയിന്റ് ടേബിളിൽ കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ലക്നൗ ഗുജറാത്തിനെ തോൽപ്പിക്കുന്നത്. ഇന്നലത്തെ മാച്ചില് സൺറൈസേഴ്സ് RCBനെ തോൽപ്പിക്കുന്നു. ഇത് ടോപ്പ് 2 പൊസിഷനിൽ നിന്ന ഗുജറാത്തിനെയും RCBനെയും സംബന്ധിച്ച് ഡേഞ്ചറസ് സൈൻസ് ആണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളിൽ ഈ ടോപ്പ് 2 പൊസിഷൻ വൈഡ് ഓപ്പൺ ആണ്. ഗുജറാത്ത് ഇപ്പോഴും 18 പോയിന്റ്സുമായിട്ട് ടേബിൾ ടോപ്പറായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ലാസ്റ്റ് മാച്ചാണ്, അതും CSKയുമായിട്ട്. CSKയില് ഉള്ളത് മുഴുവനും യങ് ബ്ലഡ് ആണ്. ബ്രവേസ്, ആയുഷ് മാത്രേ, റഷീദ് ഇവരൊക്കെ തിളച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ LS ടീം സൺറൈസേഴ്സും ഒക്കെ ജയിച്ചത് CSK കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവർക്കും ആഗ്രഹം കാണില്ലേ ജയിക്കണം എന്നൊക്കെ? അതവര് പ്രാവർത്തികമാക്കിയാൽ ഗുജറാത്ത് വിൽ ബി ഇൻ ട്രബിൾ. ഇപ്പോ കറന്റ്ലി ടീമുകളുടെ ഫോമും കളിയും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ താഴെയുള്ള മുംബൈക്കും പഞ്ചാബിനും മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് RCBയെ സംബന്ധിച്ച് ലക്നൌവായിട്ടുള്ള അവരുടെ അടുത്ത ഗെയിം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവർക്ക് ജയിച്ചേ പറ്റുള്ളൂ. ഇനിയും പഞ്ചാബിന്റെ കാര്യം, അവർക്ക് അടുത്ത മാച്ച് വരുന്നത് ഡൽഹിയുമായിട്ടാണ്. ആ കളി അവർ ജയിച്ചു കഴിഞ്ഞാൽ അവർ 19 പോയിന്റുമായി മുന്നിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യാനുള്ള ചാൻസ് പഞ്ചാബിന് തള്ളിക്കളയാൻ പറ്റില്ല. ഇനിയൊരു ലാസ്റ്റ് ഗെയിം പഞ്ചാബിന് വരുന്നത് മുംബൈ ആയിട്ടാണ്. അതിൽ തോറ്റാൽ പോലും ടോപ്പ് 2-ൽ ഫിനിഷ് ചെയ്യാനുള്ള അവരുടെ സാധ്യത തള്ളിക്കളയാൻ പറ്റുകയില്ല. ലക്നൗ ഗുജറാത്തിനെ തോൽപ്പിച്ച ഗ്ലോറിയിൽ RCBനെ തോൽപ്പിച്ചാൽ RCBക്ക് പിന്നെ എലിമിനേറ്റർ കളിക്കേണ്ടി വരിക മുംബൈ ആയിട്ടായിരിക്കും. അത് അവർക്കൊരു ചലഞ്ച് ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ടോപ്പ് 2 ഫിനിഷ് ചെയ്യുക ആരൊക്കെ ആയിരിക്കും? കമന്റ് ആയിട്ട് പറയുക. Hate to challenge, destined to rise. He's only lifting this in 2024. Big stage, big moments. Fire is iconic, but it's never enough.